കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു മെമ്മറി വ്ളോഗാണ്, ഡോക്യുമെൻ്റ് ചെയ്തൊക്കെയാണ്. ഇതൊക്കെ എൻ്റെ ഇനി നഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇനി ഇത് നഷ്ടപ്പെട്ടാലും എനിക്ക് ഈ വീഡിയോ കാണുമല്ലോ, അത് വിചാരിച്ചിട്ട് എടുക്കുന്ന ഒരു വ്ളോഗാണ്. എനിക്ക് നല്ല മടിയുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുള്ളത്, ഫ്രണ്ട്സിന് അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ നല്ല ചമ്മലുണ്ട്. ഇത് എത്ര ലെങ്ത്തിൽ പോകുമെന്നും അറിയില്ല. ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കുന്ന അതേ കോലത്തിലാണ് നിൽക്കുന്നത്. കോലം മീൻസ് അതേപോലെയാണ് നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടത്. ഇത് കുറച്ച് നാളായിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെമ്മറീസ് ആയിട്ട് വെക്കൂല ഞങ്ങൾ. ഒരു സാധനം ഒരു സ്ഥലത്ത് പോയാൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ആ സാധനം കാണുമ്പോൾ നമുക്ക് ആ മെമ്മറി വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കോളേജ് മലബാർ ക്രിസ്ത്യൻ കോളേജ്. ഇത് പാസ്സാണ്, ബസ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാം. ഇത് മൊറയൂർ സ്കൂളിലത്തതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ബസ്സിൽ കൊടുത്ത ബസ് ഫീ ആണ് ഇതൊക്കെ. ഇതെൻ്റെ ഗിഫ്റ്റിൻ്റെ ഇതാണ്. ഇത് കലോത്സവം സ്റ്റേറ്റിൽ പങ്കെടുത്തപ്പോഴുള്ള എൻ്റെ ID കാർഡാണ്. കണ്ടോ, യദുഷ എന്നൊക്കെ എഴുതി, മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ട്. ഇതിൻ്റെ സ്കൂളത്തെ ID കാർഡ് പോവാക്കാൻ ഞാൻ വേണ്ടി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാ. ഇത് കുഞ്ചു, എൻ്റെ കസിന് കുഞ്ചു അവൾക്ക് ബർത്ത്ഡേക്ക് തന്ന സാധനം, ഡയറി മിൽക്കിൻ്റെ വലുത്. ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഉണ്ടാവും ഇപ്പോൾ അതിൽ. ഇത് ഡയറി മിൽക്ക് ബർത്ത്ഡേക്ക് ആരെയും തന്നതായിരിക്കും. ഇത് ബർത്ത്ഡേക്ക് തന്നത് തന്നെ ആയിരിക്കും. അച്ഛൻ ഗിഫ്റ്റ് ചെയ്താൽ തോന്നുന്നത് വാങ്ങി തന്നത്. ഇത് ഞാൻ പബ്ലിക് എക്സാമിന് പഠിച്ചതിൻ്റെ ഒരു നോട്ടാണ്. ഇതൊക്കെ ഞാൻ പഠിച്ചതിൻ്റെ ആണ്. എനിക്ക് ആരെയും ഗിഫ്റ്റ് ചെയ്തതാവണം. അത് പബ്ലിക് എക്സാമിന് ഞാൻ പഠിക്കാൻ യൂസ് ചെയ്ത സംഭവമാണ്. എങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത്, എക്സാം എങ്ങനെയാണെന്നുള്ള അനുസരിച്ച് നമ്മൾ കളറൊക്കെ ചെയ്ത് വെക്കും. ഇത് തമ്മിലിനെ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ലുബാന ഗിഫ്റ്റ് ചെയ്തതാണ്. 16th ബർത്ത്ഡേക്ക് ലുബാന ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് 17th ബർത്ത്ഡേക്ക് തമിഴിന് തന്നതാണ്. ഇത് 15 ബർത്ത്ഡേക്ക് തന്നാണ്. പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ടാലൻറ്റ്, ഞാൻ ട്യൂഷൻ പഠിച്ചൊരു ടാലൻ്റ് ഇല്ല. അയ്യോ, ഇതായിരിക്കും ഇത് ഗിഫ്റ്റ് ചെയ്തതാട്ടോ. ആരെ ഗിഫ്റ്റ് ചെയ്തത്? ഉണ്ണീസാണ് തോന്നുന്നു. ഉണ്ണീസിൻ്റെ ഗിഫ്റ്റ്, ഉണ്ണീസിൻ്റെ വീടിൻ്റെ അടുത്തുള്ളത്. പിന്നെ ചേച്ചീൻ്റെ കല്യാണത്തിൻ്റെ കുറിയാണ്. കല്യാണക്കുറി എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ലെറ്റർ. ഇത് അലീന ഉണ്ടാക്കി തന്നതാണ്. അലീന ഉണ്ടാക്കി തന്ന സാധനങ്ങളൊക്കെയാണ് ഇതിൽ. കണ്ടോ, ഈ ബട്ടർഫ്ലൈ ഒക്കെ അലീന ഉണ്ടാക്കി തന്ന. അലീന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇതിലെന്തോ ഒരു നോട്ടും കൂടെ ഉണ്ട്, അതെന്തായാലും ഇപ്പോൾ വായിക്കുന്നില്ല. അലീന ഉണ്ടാക്കി തന്നു. ഇതും അവളുണ്ടാക്കി തന്നത് തന്നെയാണ്. അല്ല, ഇതൊരു റിങ്ങാണ്. ഇതൊരു റിങ്ങാണ്, ഇങ്ങനെ 2 ലെയറായിട്ട് വരുന്ന കല്ല് വെച്ച റിങ്. 10th ഊട്ടിക്ക് പോയപ്പോൾ വാങ്ങിച്ച റിങ്. ഇതിനൊരു കഥയുണ്ടേ. അത് ഞാൻ പറഞ്ഞല്ലേ, ഈ കഥകളൊക്കെ ഓർത്ത് വെക്കാനാണ് ഇത് ഉണ്ടാക്കി. ഇത് ഞാൻ, രേണുക, തമന്യ, സോന, ഞങ്ങൾ 4 ഫ്രണ്ട്സ്. അപ്പം സോനയ്ക്ക് ഒരു ഇതുണ്ട്. സോന ഇന്ത്യയിൽ മാത്രമേ യൂണീക്കായിട്ടുള്ള സാധനം, അതായത് ഒരേപോലത്തെ സാധനം ഇടുന്ന സോനയ്ക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ, രേണുക ഒരേപോലത്തെ ഈ റിങ് എടുത്ത് വന്നപ്പം സോന ഈ റിങ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫണ്ണി സംഭവം അതിന് സൂക്ഷിച്ച് വെച്ചു. അല്ലേ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് കാണാൻ
പിന്നെ ടൈം ടേബിളാണ്. ഇത് പോയി ലിൻസിൻസ് +2 ടൈം ടേബിളാണ്. ഇത് കലോത്സവം സ്കൂളിൽ നിന്നൊക്കെ പോലെ സബ് ജില്ലേൻ്റെ ആണോ ജില്ലേൻ്റെ ആണോ? സബ് ജില്ലേൻ്റെ. ഞാനൊരു BTS ഫാനായിരുന്നു. അപ്പോൾ BTSൻ്റെ സംഭവം വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2 എന്താണെന്ന് വെച്ചാൽ കാണുന്നുണ്ടോ? ഞങ്ങളെല്ലാവരും പേരുണ്ട്. തമന്യ, രേണുക, സോന, അമൃത, യദുഷ, അങ്ങനെ എല്ലാവരുടെ പേരുണ്ട്. ഇതും അതേപോലെ തന്നെ എല്ലാവരുടെ പേരുള്ള. ഇത് ബർത്ത്ഡേക്ക് രേണുക ഗിഫ്റ്റ് ചെയ്തത്. ലവ് ചെയ്യാം. ഇതൊന്നും വായിച്ചു നോക്കിയാൽ ക്രിഞ്ചാണ് കേട്ടോ. അത് എത്ര വർഷം പഴക്കമുള്ളതാണോ. ഇതും എനിക്ക് അവൾ ഗിഫ്റ്റ് ചെയ്തതാണ്. പണ്ട് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കൂലേ, ഇങ്ങനത്തെ വായിക്കേണ്ട, ഇങ്ങനത്തെ കട്ടൊക്കെ വെച്ചിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കൂലേ, ഇത് അതേമാതിരി തള്ളി വരും. ചിത്രമൊക്കെ വരച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു. ഇത് ബർത്ത്ഡേക്ക് അച്ചുവിൻ്റെ ഗിഫ്റ്റാണ്. ഇതൊക്കെ എത്രാമത്തെ ബർത്ത്ഡേ ആണ്. ഞാൻ BTS ആർമി ആയതുകൊണ്ട് BTSനൊക്കെ ചിത്രം വരച്ചിട്ടൊക്കെ തന്നെ. ഇത് വീടിൻ്റെ അടുത്തുള്ള 2 കുട്ടികൾ സീനും നിച്ചും കൂടെ തന്നതാണ്. അവിടെ റോസാപ്പൂക്കെ വരച്ച്. ഇതിലൊക്കെ എന്താന്ന് പോലെ ഞാൻ മറന്നു പോയിട്ടാ. ഇത് NCCൻ്റെ അറിയില്ലേ, ഹാക്കിളാണ്. അയ്യോ കേട് വന്നു പോയിട്ടോ. ഇതിനുള്ള വെച്ച് ഇത് പ്രിസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. പക്ഷെ ഇത് കേട് വന്നു. കാണുന്നുണ്ടോ? കവറിൻ്റെ ഉള്ളിലൊക്കെ കെട്ടി വെച്ചേക്കുന്നു. ഉറുമ്പ് വരും വിചാരിച്ചിട്ടാവും. അതിലൊക്കെ അലിഞ്ഞിട്ട് ആയിട്ടുണ്ടാവേ. അതാ നല്ല പൊതികളൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ വെച്ചാണ്. ഇത് ഞാൻ ചെറുതായപ്പോഴുള്ള എൻ്റെ ഡ്രസ്സാണെന്ന് തോന്നുന്നത്. ഫുൾ ഒട്ടിച്ചിട്ടും ചെറുതായപ്പോഴുള്ള എൻ്റെ ഡ്രസ്സാണ്. അത് പൊട്ടിച്ച് കാണിക്കണമെന്നുണ്ട്. ഇനി അത് തുറക്കാക്കി വയ്ക്കുക. ഇത് 14th ബർത്ത്ഡേക്ക് എനിക്ക് അയനെ ഗിഫ്റ്റ് ചെയ്തതാണ്. 8ാം ക്ലാസ്സിൽ അയനെ ഗിഫ്റ്റ് ചെയ്തത്. അയനക്കിത് അവളൊക്കെ ഇപ്പോൾ എവിടെയാണാവും. അതിനെ ഓരോരുത്തർ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ 8ാം ക്ലാസ്സിൽ നിന്ന് ഒരു ക്യാമ്പിന് പോയേ. അപ്പം അവിടെ നിന്ന് കിട്ടിയതാണ്. അന്ന് എനിക്ക് ആർമി ജോയിൻ ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചത്. ഇത് ഉണ്ണീൻ്റെ ഗിഫ്റ്റ്. എൻ്റെ ബർത്ത്ഡേക്ക് കുറേ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ്. ഇത് റോസാപ്പൂവാണേ. ഇത് എന്തിനു കിട്ടിയ റോസാപ്പൂ എന്ന് പറഞ്ഞു. ആരും പ്രപ്പോസ് ചെയ്തല്ല കേട്ടോ. ഇതൊരു ലെറ്ററാണ്. തുറന്ന് കാണിക്കണില്ല. ഇത് ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ആക്കിയ ഒരാളാണ് NCCയിൽ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്കൻഡ് ഇയേഴ്സ് അവരുടെ സീനിയേഴ്സിന് കൊടുത്തപ്പം ഞാനോ ബാച്ചിലാണല്ലോ പെടുക. അപ്പോൾ അവർ കൊടുത്തപ്പോൾ എനിക്കും കൂടെ തന്ന ഗിഫ്റ്റാണ്. ആ ഫ്ലവറാണ് ഇതിനുള്ളിൽ. 2ഉം പ്രിസർവ് ചെയ്യാൻ വെച്ചത്. കുഞ്ഞു കാർഡൊക്കെ ഇതിനാണല്ലോ ഇപ്പോൾ ഇത് 2022 ഞാൻ ഓടിയതാണ്. അമേച്ചറിന് പോയപ്പോൾ ഉള്ളതാണ് എൻ്റെ കോഡ്. ഇങ്ങനെ ഒട്ടിക്കുന്ന സാധനം. സോറി, ഇത് സബ് ജില്ലക്ക് ഇങ്ങനെ ഒട്ടിച്ച സാധനം. അതാണിത് എൻ്റെ നമ്പർ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. ഇപ്പോൾ ഇത് തന്ന എല്ലാവരും എൻ്റെ എടുത്തൊന്നുമില്ല. എല്ലാവരും പല പല സ്ഥലത്താണ്. ഇത് 8ന് മുമ്പേ നിന്നൊക്കെ കിട്ടിയ ഗിഫ്റ്റാണ്. ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കല്ലേ. അപ്പം ഇനി ഓരൊക്കെ ഞാൻ എന്നാ കാണാമെന്ന് എനിക്കറിയില്ല. എന്നതിലൊക്കെ കാണുമായിരിക്കും. എന്തായാലും ഞാൻ എന്താ പറയുക, വ്യൂസിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇതൊക്കെ എൻ്റെ ഒരു വട്ടം നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തേക്കാണ്. ഇന്നത് വീഡിയോ എടുത്ത് വെച്ച് സ്റ്റോർ ചെയ്യാൻ മാത്രം സ്പേസ് എൻ്റെ ഫോണിലുമില്ല.
അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൂടാ. ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി കൊല്ലും. പക്ഷെ എന്നാലും സാരൊക്കെ ബൈ.